എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാറിലെ മഞ്ഞണിഞ്ഞ തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള യാത്ര സഞ്ചാരികളുടെ കണ്ണിനെയും മനസ്സിനെയും കുളിരണിയിപ്പിക്കുന്നു. പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല മൂന്നാറിൻ്റെ കാർഷിക മേഖലയിലുള്ളത്. ഏലവും കുരുമുളകും കൊക്കോയും ഒക്കെ തന്നെ നമുക്ക് മൂന്നാറിലുടനീളമുള്ള യാത്രയിലൂടെ കാണാവുന്നതാണ്. സുഖകരമായ സൗരഭ്യവും സ്വാദിഷ്ടമായ രുചിയും നമ്മുടെ ഭക്ഷണത്തിന് നൽകുന്ന ഒന്നാണ് ഏലയ്ക്ക. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞിയായ ഏലം പൂത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമുക്കിവിടെ കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ ഏലയ്ക്ക വിപണി മൂന്നാറിന് സമീപമുള്ള കുമളിയിലാണുള്ളത്. ഏലയ്ക്കയും അതിൻ്റെ പൊടിരൂപങ്ങളും ലോകമെമ്പാടും സുഗന്ധദ്രവ്യങ്ങളായി ഉപയോഗിക്കുന്നു. മഞ്ഞിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഏലപ്പൂവുകൾ, ഇളം കാറ്റിൽ ആടിയുലയുന്ന ഏലച്ചെടികൾ, ഇവയെല്ലാം തന്നെ മൂന്നാറിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഏലച്ചെടിയുടെ 3 ഇനങ്ങളാണ് മലബാർ, മൈസൂർ, വസുക എന്നിവ. മലബാർ എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ കാണപ്പെടുന്ന ഒരു നാടൻ ഇനമാണ്. ഈ ഇനത്തിൽപ്പെട്ട കറുത്ത നിറത്തിലുള്ള 5 മുതൽ 6 വരെയുള്ള വിത്തുകൾ ഒരു ചെറിയ ആവരണത്തിൽ സൂക്ഷിക്കപ്പെടുന്നു. കേരളത്തിന് അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിക്കൊടുത്ത ഒരു കാർഷിക വിളയാണ് കുരുമുളക്. കുരുമുളക് ചെടികൾ തളിർത്ത് തിരിയിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമുക്കിവിടെ കാണാം. തേയിലത്തോട്ടങ്ങൾക്കിടയിലും കുരുമുളക് കൃഷി ഇവിടെ ചെയ്യുന്നു. ലോകത്തിലെ തന്നെ കൊക്കോ ഉൽപാദനത്തിൻ്റെ 2ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അവയിൽ ചിലത് മൂന്നാറിലെ ഹിൽ സ്റ്റേഷനിലാണ്. ഇവയെ കൂടാതെ ജാതിക്ക, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയുടെ കൃഷിയും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഉൾപ്പെടുന്ന മലയോര മേഖലയാണ് മൂന്നാർ. അങ്ങനെ മൂന്നാറിലൂടെയുള്ള നമ്മുടെ ഒരു ദിവസത്തെ യാത്ര അവസാനിപ്പിച്ച് തിരികെ മടങ്ങുമ്പോൾ മുളയരി പായസം വിൽക്കുന്ന ഒരു കട കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ കയറി. ഇവിടെ ഒട്ടനവധി കരകൗശല വസ്തുക്കളും അച്ചാറുകളും മുളയരിയും ഒക്കെ വിൽക്കുന്ന ഒരു കടയായിരുന്നു. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് മുളയരി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മുളയരി പായസം കഴിച്ചു. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമായിരുന്നു ഇത്. മുളയരിയും ശർക്കരയും ഏലക്കയും ചുക്കുമൊക്കെ ചേർത്ത് ചെറു ചൂടോടെയുള്ള മുളയരി പായസം മൂന്നാറിലെ തണുപ്പിൽ ആസ്വദിക്കുവാൻ കഴിഞ്ഞത് മനോഹരമായൊരു അനുഭവമായിരുന്നു. ദാ ഇവിടെ മുളയരി വിൽക്കുവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുളയരിക്കഞ്ഞി, ചോറ്, ഉപ്പുമാവ്, പുട്ട്, പായസം, അച്ചാർ എന്നിങ്ങനെ വിവിധ വിഭവങ്ങൾ മുളയരി കൊണ്ട് ഉണ്ടാക്കുന്നു. ഒരു കാലത്ത് ക്ഷാമകാലത്തെ അതിജീവിക്കാനായി കേരളത്തിൽ മുളയരി ആഹാരമാക്കിയിരുന്നു. ആയുസ്സിൽ ഒരിക്കൽ മാത്രമാണ് മുള പുഷ്പിക്കുക. അതിനുശേഷം അവ നശിച്ചു പോവുകയാണ് ചെയ്യാറ്. എന്നാൽ വർഷം തോറും പൂക്കുന്ന ചില മുള ഇനങ്ങളുമുണ്ട്. മുളയരിയുടെ ആരോഗ്യപരമായ ഗുണങ്ങളൊക്കെ പറ്റി പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വായിക്കാം, മനസ്സിലാക്കാം. മൂന്നാറിലൂടെ ഒരു ദിവസ യാത്രയിലൂടെ നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മൾ മൂന്നാർ ട്രാവൽ വ്ലോഗ് 1 മുതൽ 4 വരെയുള്ള 4 ഭാഗങ്ങളായി പങ്കുവച്ചത്. നമ്മുടെ മൂന്നാർ യാത്രയുടെ മറ്റു ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും അവ കാണുവാൻ ശ്രമിക്കുക. മൂന്നാർ വളരെ മനോഹരമായ യാത്രാ അനുഭവമാണ് നമുക്ക് സമ്മാനിച്ചത്. പച്ചപ്പിൻ്റെ പറുദീസയായി മഞ്ഞിൽ മുങ്ങി പ്രകൃതി ദൃശ്യങ്ങളുടെ വിസ്മയമൊരുക്കി എന്നും മൂന്നാർ അങ്ങനെ ശോഭിക്കട്ടെ. യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.